ചോദിച്ചോ. ചോദ്യം അന്യായിട്ട് വരണോ സിക്കായിട്ട് വരണോ? അല്ല, ചോദിക്കുക. നിങ്ങൾക്ക് ഉത്തരവില്ല. ഞങ്ങളിപ്പോ 1, 2, 3, 4, 5, 6, 7, 8 ആൾക്കാരിക്കുന്നുണ്ട്. റിക്കാർഡിംഗ് ഈ 8 ആൾക്കാരില് 2 പേര് കള്ളുകുടിക്കണം. ഇതിൽ ആരാണ് പറയണം? കള്ളു കുടിച്ചിട്ടില്ല. ഒരാളെ പറയാം. അത് അവര് പറയാൻ പറ്റേ, അവരാ പറയണ്ടത്. ഫസ്റ്റ് അല്ല രണ്ടാളെ പറയണം. രണ്ടാളെ ഇതിന് വെള്ളം അടിച്ചിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല. രണ്ടാമത് രണ്ടാമത്തെ ആര്? ഞാൻ തൊട്ട് നോക്കിയില്ലേ അവിടെ ഇരിക്കേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ടൈം കൊടുക്കണം. യെസ് പിന്നെ വെള്ളടിക്കാതെ ആളെ ലത്തീഫാണ്. നല്ല സമ്മാനം ഓക്കെ അവിടെ നമ്പർ 1 വെള്ളടിക്കാരനാണ്. മറ്റേ കോഴികൾ ഞങ്ങൾക്ക് തിരിയാം. ഒരു മിനിറ്റ് വെയിറ്റ്. ഏയ് അടുത്ത ഹാൻഡ് ഓവർ ദ കിസ് മാസ്റ്റർ. ഇല്ല ഇയാൾ കിസ് മാസ്റ്റർ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് 5 ചോദ്യം ഉണ്ട്. നിങ്ങൾക്ക് 5 ചോദ്യം, തിരിച്ച് 5 ചോദ്യം. റെക്കോർഡിംഗ് നടക്കണ്ടേ? പറയും. അത് വാരിസിനോട് ഓക്കെ, ഞാൻ ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഒരു ഉത്തരം ഒരാളെ സ്കോർ ചെയ്ത് ഞാൻ ചോദിക്കാം. റിക്കാർഡിംഗ് ചോദ്യത്തിന് ഇവര് പറഞ്ഞു ഉത്തരം. ലാസ്റ്റ് ഞാൻ ചോദിക്കാം. ഓഡിയൻസ് പിടി രണ്ട് ഭാര്യമാരാണോ? നിങ്ങളാണ് അനുഭവിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങളെ 17 വർഷത്തെയായി 18 1 വർഷത്തെ വ്യത്യാസമുള്ളൂ. ഇത്രയും കാലത്തിടയിൽ നിങ്ങൾ തമ്മിൽ ഈ വെള്ളത്തിന്റെ പേരിൽ അസ്വാരസ്യം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എന്താണ്? പ്ലീസ് ഫസ്റ്റ് കമന്റ് ചേച്ചി. അടിച്ചിങ്ങനെ പെരകളും അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പറയാറുണ്ട്. വലിയ കാര്യമൊന്നും ഉണ്ടാകാറില്ല, പക്ഷെ അത്ര കൂടുതലൊന്നും കുടിക്കാറില്ല. ഉത്തരം പറയാം കേട്ടോ. ഇത് ക്ലാരിഫിക്കേഷൻ നമുക്ക്. അതായത് കുഴപ്പമുണ്ടോന്നുള്ളതാണോ? ഈ അച്ചായന്മാരുടെ ഒരു പ്രസവമാണ്. ഞാൻ
മലപ്പത്തും പറയാത്ത സമയം കുറവാണ്. അടിച്ചാലും മലപ്പത്തും പറയാം. അല്ലെങ്കിൽ എന്താ ആവശ്യം അല്ലേ? ഓക്കെ ഇനി അരിയുണ്ടോ ചോദ്യമില്ല എന്നാ പിന്നെ പാപ്പ ശരിക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഇവരുടെ രണ്ട് ഫാമിലിയാണ്. നിങ്ങൾ രണ്ട് ഫാമിലിയും ഇവിടെ സൗദി അറേബ്യയിൽ ഒരു 20 വർഷത്തോളം ആയി. പക്ഷെ നമ്മളെ ഈ ഫ്രണ്ട്ഷിപ്പ് അതായത് ജിദ്ദ കണ്ണൂർ സൗദി അറേബ്യയിൽ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മുൻകാല ഫ്രണ്ട്ഷിപ്പും നമ്മളുടെ ജിദ്ദ കണ്ണൂർ സൗദി അറേബ്യയും കൂടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സൗദി അറേബ്യയുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എന്തായിരുന്നു ഒരു മാനസികമായിട്ടുള്ള ഒരു വ്യത്യാസം? ഒരാൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഉള്ളത്. യെസ് ആബ്സല്യൂട്ട്ലി റൈറ്റ്. ജസ്റ്റ് ഫോർ യു. ചേച്ചിക്ക് പറയാം. ഓക്കെ ചേട്ടൻ ഞാനതാ പറഞ്ഞത്. ആരും പറയില്ല. സിവേട്ട പറയൂ. 20 വർഷമായിട്ട് എനിക്കിപ്പോ ഒത്തിരി ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് വിളിക്കേണ്ടതായിട്ടൊരു 50 ഫാമിലീസ് ഒക്കെ ഉണ്ട്. പല കമ്പനിയുടെ ആയിട്ടും അല്ലാതെ സോഷ്യൽ ഇതും അല്ലാതെ ഞങ്ങൾ പരിചയപ്പെട്ട വേറെ ആൾക്കാരൊക്കെ അവരെ ഒന്നും വിളിക്കാതെ നിങ്ങളെ വിളിച്ച് അപ്പം തന്നെ അതിനേക്കാളും വലുതാണ് നിങ്ങളെല്ലാം. ഫിറോസ് ലക്ഷാധികാരി. അല്ല അതായത് പിന്നെ നമ്മളെ അനില് എന്റെ ഫാമിലി നമ്മള് ഒരു 5-8 വർഷമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നവോദയ എന്ന സംഘടനയിലൂടെ മെമ്പർഷിപ്പ് ചേർക്കാനായിട്ടാണ് ഞാൻ ആ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോവാറ്. ഇപ്പൊ അടുത്ത വർഷമായിട്ട് ജിദ്ദ കണ്ണൂർ സൗഹൃദ വേദി തുടങ്ങിയ ശേഷം അവര് നവോദയ വിട്ട് OICC എന്ന എന്താണ് എന്തൊരു മാനസിക മാറ്റമാണ് അത് അഭിപ്രായം പറയാനുണ്ട്? നവോദയക്ക് മെമ്പർഷിപ്പ് കൊടുത്തത് ഞാൻ നവോദയയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ പെരുമാറുന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്റെ മനസ്സിനുള്ളിൽ ഒരു വികാരം ഉണ്ടായിരുന്നു കോൺഗ്രസ് ആയിരുന്നു. അത് ഇവിടെ പ്രാപിച്ചു എന്നതുകൊണ്ട് ഞാൻ ആരെയും എതിർക്കുന്നില്ല. ഓക്കെ ഇനി അല്ല ഒരു ചോദ്യം പ്ലീസ്. നിങ്ങള് രണ്ടുപേരുള്ള ചോദ്യമാണ്. അങ്ങോട്ട് ചോദിക്കാം. ഞങ്ങളുടെ എന്റെ കല്യാണം കഴിച്ചത് 1 വർഷം മുമ്പാണ്. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന മോനും പിന്നെ ഉണ്ടായിരുന്ന മോളും ഇവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ശേഷം മോളും മോനും അത് തമ്മിലുള്ള ഒരു എന്തായാലും ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ച ചൈനീസ് ടെക്നോളജി. ഇത് ഈ ടെക്നോളജി ഒരു മിനിറ്റ് ഇതിൽ എനിക്കൊരു അല്ല അനുബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്തവളെ കല്യാണം കഴിഞ്ഞ് അവൾക്കൊരു കുട്ടിയായി. അല്ല ഒരു മിനിറ്റ് പറഞ്ഞു പറ്റേ. എന്നോട് പലരും പറഞ്ഞു ചൈനീസ് ടെക്നോളജി ഉപയോഗിക്കാൻ. സത്യമായിട്ട് ഞാനത് ഉപയോഗിച്ചില്ല. സത്യമായിട്ട് ഇപ്പോഴാണ് നിങ്ങളുടെ അനുഭവം കേൾക്കുമ്പോഴാണ് സത്യമായിട്ട് അതിന്റെ വിഷമം അറിയുന്നത്. റിയലി അങ്ങനെയുള്ളതല്ല. അത് തിയറിയാണ്, അത് ടെക്നോളജിയാണ്, അത് തിയറിയാണ്. അത് എനിക്കറിയാം. ഞാനത് ഉപയോഗിച്ചില്ല. അവിടെ എനിക്ക് 3 പെൺകുട്ടികളായി പറയും. പ്രൈസ് ഉണ്ട്. ബെസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഇത് എന്റെ മനസ്സിൽ വന്ന ഉത്തരവാണ്. അല്ല 10-20 വർഷമായി അനിലും കുടുംബവും നമ്മുടെ സൗദി അറേബ്യയിൽ. പക്ഷേങ്കില് അടുത്ത വർഷമായി അവര് ഇവിടെ സൗദി അറേബ്യയില് വീടും കമ്പനി അല്ലാതെ വേറൊരു ബന്ധം ഇല്ലാന്നാണ് എന്റെ അറിവില്. ജിദ്ദ കണ്ണൂർ സൗഹൃദ വേദി തുടങ്ങിയ ശേഷമാണ് പൊതുവായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും നേടിയിട്ടില്ല. അതിനെ കുറിച്ച് അനിലിന് എന്താണ് പറഞ്ഞത്
ശരിയാണ്. ആ. പിന്നെ ഞാൻ കുറെ എന്താ പറഞ്ഞ ഇപ്പോഴും അന്നും ഇന്നും എന്ന് പറഞ്ഞ ഞാൻ ഒരു മടിയനാണ്. ഞാൻ പുറത്തിറങ്ങാൻ മടിയനാണ്. ഇവരെന്നെ വലിച്ചു പുറത്തിട്ട് ഇപ്പൊ പുറത്തുള്ളി ഉപ്പുള്ളി ഞാൻ ഇത് പറയുന്നത് അതിന് കണക്കരാണല്ലോ കണക്കരാണല്ലോ. ഇയാളെ പേര് പറഞ്ഞേ ഈ പറഞ്ഞത് ഇയാളെ പേര് എന്നെ പുറത്തിട്ട ഇവരോട് നന്ദിയും കൂടി ഇതിൽ പ്രകടിപ്പിക്കുന്നു. ഓക്കെ എനിവേ അതല്ല അവര് ചോദിക്കില്ലേ? അല്ല അല്ല നിങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ല അതേ ചോദ്യം ഞാൻ ചോദിക്കാം. അല്ല, അല്ല, അതെ, അല്ല, നമ്മള് നന്ദി പ്രകടിപ്പിച്ചു. അപ്പൊ വൈഫ് അമർഷം പ്രകടിപ്പിക്കുന്നു. ഇല്ല, ഇല്ല, അല്ല, റസാഖ് ഒരു ചോദ്യം. ആ, ഓക്കേ. അതായത് നമ്മള് അനിലിനോട് നമ്മളുടെ ഫാമിലി ഇനി മക്കള് നമ്മൾ ചോദ്യമുണ്ടേ. ആ അതായത് നമ്മളിപ്പോ അനിലിനോട് ചോദിച്ചു, അതായത് ഇത്രയും വർഷമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അത് ഇക്കൂട്ടത്തിൽ എല്ലാവരെക്കാളും മുമ്പിൽ, അതായത് ഇക്കൂട്ട് കാണുന്ന മുമ്പിൽ ഫസ്റ്റ് ബന്ധപ്പെട്ടതാണ് അനിൽ ഫാമിലി ഞാൻ. അതുപോലെ തന്നെ ജിദ്ദ കണ്ണൂർ സൗഹൃദ വേദി ഇവിടെ രൂപീകരിക്കുന്ന മുമ്പില് പിന്നെ ഒരു നമ്മളെ രക്ഷാധികാരി, ഇപ്പോഴത്തെ രക്ഷാധികാരി ഫിറോസ് ഇപ്പോഴത്തെ രക്ഷാധികാരി തന്നൊരു നമ്പർ പ്രകാരമാണ് ഈ നമ്മളെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സിബി ജോസഫുമായിട്ട് ബന്ധപ്പെടാൻ കാരണം. ഇങ്ങനെ നമ്മളൊരു കണ്ണൂരിന്റെ സംഘടന രൂപീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ സുഹൃത്തിന്റെ മാനസിക പങ്കെടുക്കാൻ പറ്റുമോ, അത് പെട്ടെന്ന് പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട ആ സുഹൃത്തിന്റെ മാനസികമായിട്ടുള്ള എന്തുകൊണ്ടാണ് അത് ഇതിലേക്ക് മുന്നോട്ട് വരാനുള്ള കാരണം? സത്യം പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഒത്തിരി ഇവിടുത്തെ സോഷ്യല് മതപരമായിട്ടുള്ളതും പ്രയർ ഗ്രൂപ്പ് അങ്ങനെയുള്ള ഞങ്ങൾ ഇതിലൊന്നും പോകാറില്ല. പണ്ട് തൊട്ടേ ഞങ്ങള് അങ്ങനെയുള്ളൊരു ഇതിൽ വളരെ കാര്യമായിട്ട് പോകാത്ത ഒരു ഗ്രൂപ്പാണ്. മതം, രാഷ്ട്രീയം അതിലൊന്നും ബന്ധപ്പെടാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ എന്നാൽ ഞങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ബന്ധങ്ങളായിട്ട് ഒരു 19 ഫാമിലീസൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രത്തിലെ പരസ്യം കണ്ടിട്ട് വൈഫാണ് എന്നോട് പറഞ്ഞത് കണ്ണൂരിൻ്റെ ഒരു പരിപാടി ഉണ്ടെന്ന് വിളിച്ചു നോക്കും, നമുക്ക് നമ്മുടെ ഇതുണ്ടാവും. അങ്ങനെയാണ് ഞാനത് വിളിക്കാൻ കാരണം. ഇവളാണ് അതിൻ്റെ ഇതിൻ്റെ എല്ലാ ചേച്ചിക്ക് ദൂരമാർക്ക് ചേച്ചി ഒരു ശേഖൻ നമ്മൾക്കിപ്പോ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ കണ്ണൂരുകാരുമായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് കുറെ നാൾ ഇവള് നല്ല പ്രൊഫഷണൽ ആയിട്ട് കുറെ പഠിക്കുകയും ഒത്തിരി വിദ്യാഭ്യാസമുള്ള കുറെ ജോലി ഒക്കെ ചെയ്തിട്ടാണ്. അപ്പൊ കുറെ നാളായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കണം. അപ്പൊ മകരവി ഹോസ്പിറ്റലില് നഴ്സിംഗിന്റെ ട്രെയിനിങ്ങിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അപ്പൊ കുറെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സംഘടന ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് ഞാൻ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്നത്. ഏതായാലും അതൊരു നല്ല ഗ്രൂപ്പിൽ വന്ന് പെട്ടെന്ന് എല്ലാവരും കൈയടി ഓട്ടോ അല്ലേ തിരുത്തും കൂടി കൊടുക്കാൻ കോമഡിയാ. സഹൃദരായ കണ്ണൂരിനെ സ്നേഹിക്കുന്ന, കണ്ണൂരിനെ വിശ്വസിക്കുന്ന ഈ ദമ്പതികൾ എന്തിനാണ് മംഗലാപുരത്ത് പോയി സിബിയായിട്ടില്ലാന്ന് ആദ്യം മറുപടി. അതായത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ മംഗലാപുരത്തുള്ള ഒരു നഴ്സിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു എൻ്റെ വൈഫ്. നഴ്സിംഗ് കോളേജ് ലെക്ചറായിരുന്നു. കല്യാണം കഴിച്ച് 1 മാസം അവിടെ വീണ്ടും ലെക്ചറായിട്ട് പോകും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് 10 വർഷത്തോളം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ജോലി ചെയ്തു. നഴ്സുമാരുടെ ലെക്ചറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തെ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് തോന്നുന്നതായിരുന്നു. മംഗലാപുരത്താണ് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത്. മംഗലാപുരത്ത് പോയി അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പോഴത്തേനും വാടക നമ്മൾ 15,000 rupees ഒരു 6 വർഷം വാടക കൊടുത്തിട്ടാണ് താമസിച്ചത്. 6 വർഷം മുമ്പ് 15,000 വാടക കൊടുത്തു. എൻ്റെ മക്കൾ പഠിക്കുന്നു, മക്കളെയും കൂടെ കൊണ്ടുപോയി അവരുടെ കൂടെയാണ്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി ഈ 15,000 നമ്മൾ ലോണ് 15,000 അടച്ചപ്പോൾ നമുക്കൊരു വീട് കിട്ടും. ഒരു മാസം 15,000 നമ്മൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്, അങ്ങനെ ഒരു വീട് ഞങ്ങൾ സ്വന്തമായിട്ട് അങ്ങോട്ട് വാങ്ങി. അപ്പൊ ആ 15,000 കൊടുത്ത് നമുക്ക് വീട് നമ്മുടെ സ്വന്തം. അങ്ങനെ നമ്മൾ 6 വർഷം കൊണ്ട് ആ വീട് സ്വന്തമായി. അങ്ങനെ ഞങ്ങൾ ഒരു വീട് വാങ്ങി. കണ്ണൂരാണ് ആദ്യം വാങ്ങിച്ചത്. 2003 പോയിന്റ് കണ്ണൂരാണ് ആദ്യം വീട് വാങ്ങിച്ചത്. വിചാരമില്ല, വൈഫിന് കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരാൻ പ്ലാനൊന്നുമില്ല. അങ്ങനെയാണ് അവിടെ വീട് വാങ്ങിയത്. വാങ്ങി കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞതോടുകൂടി തിരിച്ചു പോരേണ്ടി വന്നു. വീട് അപ്പോൾ ഓടിയുണ്ട്.
കണ്ണൂർ വീടുണ്ട്. ഇത് 2 വീട് തുടങ്ങിയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിനെ അതിനേറ്റ് സ്നേഹിക്കുന്ന ഒരാളാണ്. കണ്ണൂർ വീടുണ്ട് എന്ന് മനസ്സിലാക്കുക. പോരെ അഭിമാനിക്കാൻ പറഞ്ഞോണ്ട്. ആ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലേ? ലാസ്റ്റ് ശിവയാട്ട എന്നോട് ചോദിക്കും, ഒരു അടിച്ചു പൊളിക്കും. ചേട്ടാ ശിവേട്ടാ ഒരു നല്ല കോഴിക്കോട് ജോലി. കണ്ണൂരുകാരാണ്, ഏകദേശം ഒരേ പ്രായമല്ലെങ്കിൽ ഒരേ വർഷമാണ്. എന്തുകൊണ്ടാണ് അനിലിന് ഈ മുഴക്കൊന്ന് പോയി പെണ്ണ് കാണാൻ തോന്നുന്നത്? എന്റെ ഭാര്യയുടെ അടുത്ത് പോയി സുന്ദരിമാരായ പെണ്ണുങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണോ അതോ മോശമായ വെരി ഗുഡ്. ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പ് ഞാൻ ജിദ്ദയിൽ താമസിക്കുന്ന സമയത്ത് അതിലൊരു ഫ്രണ്ട് പറഞ്ഞ് ടെട്രാ പാക്കിൽ ജോലി ചെയ്യുന്ന സിബി ജോസഫിന് കല്യാണം കഴിച്ചൊരു സുന്ദരിയായ ഭാര്യ മുഴക്കുന്ന ഉള്ളത്. കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, അടുത്തൊരു പഞ്ചായത്തിൽ കിട്ടുമ്പോൾ ചെറിയൊരു കാറ്റ് വരും പടവും ഉണ്ടെങ്കിലും അന്ന് അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണ് കിട്ടുന്നുള്ള രീതിയിൽ അവിടെ പോയി കണ്ടിട്ടുണ്ട്. അല്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. അടുത്ത കൊല്ലം ഒരു മിനിറ്റ് ഇത് വാട്സപ്പില് ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് ഫൺ ഗ്രൂപ്പിലെ ഈ വീഡിയോ വരും കേട്ടോ. പറയും പറയും സിബിയാട്ടിന്റെ ഈ വലിയ വയറിനെ പറ്റിയിട്ട് ചേച്ചിക്ക് എന്താ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് അതൊരു അരോചകമായി തോന്നി? അതൊരു ഒന്നും ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. ചേച്ചി പഠിക്കട്ടെ, ഇവിടെ ഉണ്ട് ഉസ്താദ് വേറെ ഉണ്ട്. ചോദ്യം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വയറ് നല്ലതല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ എന്റെ വയറ് ഒട്ടും മോശമില്ല, അതുകൊണ്ട് ഞാൻ അതിന് കുറ്റം പറയാറുണ്ട്. ഇപ്പൊ 2 പേർക്ക് ഒരാണും ഒരു പെൺകുട്ടിയോട് എന്തുകൊണ്ട് രണ്ടാമതൊന്നും നോക്കിയില്ല? കലക്കി ഇന്ന് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു ഈ കണ്ണൂർ സൗണ്ട് എന്താണ് അഭിപ്രായം? മോശമായി തന്നിരുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ല അത് പറയാൻ പറ്റും. മോശമൊന്നും എന്താ അഭിപ്രായം? എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ആരംഭിക്കുമ്പോ ഉണ്ടാക്കിയ ആ ഒരു എന്താ പറയാ എന്റെ ആദ്യത്തെ ആ ഭാരവാഹികൾ അത് 100% ഓക്കെയാണ്. അതിനുശേഷം രണ്ടാമത് വന്നതിന്റെ അകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ ആ ഒരു ഗ്രൂപ്പും അത് അതെ കേടി മതം രാഷ്ട്രീയവും എല്ലാം വ്യത്യാസമാണെങ്കിൽ പോലും എല്ലാം ഒന്നിച്ചു പോകുന്ന ഒരു രീതിയാണ്. പക്ഷെ രണ്ടാമത് വന്നതിനകത്ത് അതുകൊണ്ട് ആദ്യത്തെ എനിക്ക് ഭയങ്കരമായ വിശ്വാസവും ഭയങ്കര സന്തോഷമാണ്. അനിൽ അല്ലേ? അതേ ചോദ്യം അനിലല്ലേ? സിബിയായിട്ടും പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു. ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കമ്മിറ്റി എന്താ പറയുക വളരെ സോളിഡ് ആയിരുന്നു, സ്ട്രക്ചർ ആയിരുന്നു. രണ്ടാമത് നമ്മളെന്തോ ഒരു പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലോ നമ്മളെന്താ പറയുക ഒരു പിന്നെ ഓട്ടയടക്കുന്ന ഒരു രീതി സ്വീകരിച്ച് അത് വിജയിച്ചനോ പരാജയപ്പെട്ടിനോ എന്ന് ഞാൻ പറയാനല്ല. പിന്നെ മാനസികമായിട്ട് ആദ്യത്തെ കമ്മിറ്റിയോടുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഓവർ ടു ക്രിസ്മസ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്രാവശ്യം എന്തുകൊണ്ട് നിങ്ങൾ സംയുക്തമായി നിങ്ങൾ വിവാഹ വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു? ഇപ്രാവശ്യം ഒരേ സമയത്ത് വിവാഹം കഴിഞ്ഞ വർഷമാണ് അനില് വിവാഹ വാർഷികം ഇതേ സെയിം ടൈമാണ് അത്ര സ്നേഹിക്കുന്നുണ്ട്. വന്നതിന് ശേഷം അപ്പൊ ഈ പ്രാവശ്യം അതുകൊണ്ടാണ് ഞങ്ങള് നമ്മുടെ തായ് പ്രോഗ്രാമിൽ വെച്ചിട്ട് അല്ല ഓക്കെ, ഞാൻ കട്ട് ചെയ്ത ചോദ്യമാണ്. 2 പേരും കൂടി
നിങ്ങൾ 18 വർഷവും 17 വർഷവും നല്ല കാര്യം. നിങ്ങൾക്ക് എന്നും ഇതുപോലുള്ള ആഘോഷങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ച് നടത്താനുള്ള ത്രാണിയും പ്രാപ്തിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്, അടുത്ത വർഷം അഡ്വാൻസ് ബുക്കിംഗ് ആണ്. അടുത്ത വർഷം ഒക്ടോബർ 2-ാം തീയതി ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ പരിപാടി? അടുത്ത വർഷത്തെ പരിപാടി നമ്മൾ ജനറൽ ബോഡിയിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, കല ഫിനിഷ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സങ്കടമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ. ഒക്ടോബറിൽ നമ്മുടെ ഫാമിലി കൂടെ ഉണ്ടാവില്ല. ആ, അത്രേ പറയുള്ളൂ. ആ, +2 കഴിയാണ്. യെസ്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ഇയർ ആണ് ഇവരുടെ ആ. ഫാമിലി. ആദ്യത്തെ ഞങ്ങളുടെ ഒരു തീരുമാനം അനുസരിച്ച് അല്ല ഇവിടെ ആ. അത് ഞങ്ങൾ 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട് സൗദി അറേബ്യയില്. ഫാമിലി ഇവിടെ ഉണ്ട്. ഏകദേശം 17 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവരും കുട്ടികളുണ്ടായത് കൂടിയാണ്. മോന് +2 കഴിഞ്ഞു. അവൻ്റെ ഒരു 100% ഒരു ഒറ്റ വാശിയാണ്, നിങ്ങളില്ലാതെ ഞാൻ പോകില്ല എന്നാണ്. അതായത് അവൻ തന്നെ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന ഒരു പരിപാടി നടക്കില്ല, അല്ലെങ്കിൽ പഠിത്തം നടത്തും എന്നുള്ള ഒരു ഒറ്റ വാശിയാണ്. അത് നമ്മളത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വൈഫും മോളും ഇവിടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് അവർ പോകും. ഞാനും കൂടെ പോകാനായിരുന്നു ആദ്യ പരിപാടി ഇട്ടിരുന്നത്. ജനുവരി ഏപ്രിലോടുകൂടി പണി നിർത്തിയിട്ട് പോകാനായിരുന്നു. ഞാൻ കമ്പനി ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു. അത് പക്ഷേ കമ്പനിയുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഇവർ ആദ്യം പോകും, പിന്നെ ഇതിന് ശേഷം 1-2 വർഷം കൂടെ നിൽക്കാനുള്ള സാഹചര്യം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ചുരുക്കി പറഞ്ഞാൽ അടുത്ത കൊല്ലം അനിലാടന മാത്രമേ ഉണ്ടാവും. കണ്ണൂർ ജില്ല സൗദി പിന്നെ ശാസ്ത്രീയ മെഡിക്കൽ കോളേജ് സൗദി അറേബ്യ തുടങ്ങിയ ഈ പ്രശ്നം തീർക്കല്ലോ. ഇല്ല, ശാസ്ത്രീയ മെഡിക്കൽ കോളേജ് അതല്ല തീർച്ചയായും. നമ്മൾ ഇരുന്നല്ലോ. നമുക്ക് പിന്നെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് നമുക്ക് എന്തെങ്കിലും ഈ ഫണ്ട് ഗ്രൂപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ നമുക്ക് എല്ലാവരും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ചോദ്യം. ഇത് വളരെ സോളിഡ് ആയിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ട് നമ്മുടെ കണ്ണൂർ ഫണ്ട് ഗ്രൂപ്പിൽ സീരിയസ് ആയിട്ട് നമുക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള നമുക്കൊരു ഒരു എന്റർപ്രണർഷിപ്പില് കൂടുതലാകാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയാം. ഒരു മിനിറ്റ്. ഒരു 5 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കാര്യം എമൗണ്ട് പറയണ്ട. അല്ല എൻ്റെ കാര്യം എനിക്ക് പറയും. അല്ല, എനിക്ക് എൻ്റെ കാര്യം പറയാം. നമ്മൾക്കിപ്പോ സീരിയസ് ആയിട്ട് എമൗണ്ട് അല്ല, നമുക്ക് ഈ ഗ്രൂപ്പ് ഈ ഫണ്ട് ഗ്രൂപ്പില് ഈ ഗ്രൂപ്പല്ല, ഫണ്ട് ഗ്രൂപ്പ് ഫണ്ട് ഉണ്ടാവാൻ പാടില്ല. ഇല്ല. ഞാൻ പറഞ്ഞത് ഞാൻ 5 ലക്ഷം റുപ്യ റിയാലല്ല, ഞാൻ റിയാൽ ഇന്ത്യൻ പൈസ. കാരണം അല്ല അതൊരു ഇൻസ്പിറേഷനാണ്. അല്ല, നിങ്ങളെ പോലെ കോടിയൊന്നും എടുക്കാനില്ല വൈ ചേച്ചി. അതിനുശേഷം പിന്നെ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ എമൗണ്ടിനനുസരിച്ച് നമുക്ക് അവർക്ക് ആദ്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വയബിളായിട്ടുള്ള പ്രോജക്റ്റുകൾ കണ്ടു. അതിനകത്ത് സക്സസ്ഫുൾ ആദ്യമേ ഒരു പ്രോജക്റ്റ് നേരത്തെ പറയുന്നത് പണ്ട് ഞാൻ ഒരു 2-3 വർഷം മുമ്പ്. പക്ഷെ കണ്ണൂർ ഇപ്പോൾ മുടിയാണെന്ന് പറയുന്നത്